ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പോയ വാരത്തിലെ വാർത്താ താരത്തെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. പെൺകുട്ടികൾ 10ാം ക്ലാസ്സിൽ കുട്ടിയ ആരോടും അങ്ങോട്ട് വിളിച്ചത്? ഞാൻ മേലിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട. സമസ്തന്റെ ഇത് നിങ്ങൾക്ക് അറിയില്ലേ? സമസ്തന്റെ തീരുമാനം രക്ഷിതാവിനോട് വരാൻ പറയും. ഇജാ വിളിച്ചത്? അല്ലല്ല, ഞാനല്ല. ഞാൻ എന്റെ കുട്ടിനെ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിനോട് വരണ്ട. അതിന്റെ ഞങ്ങളൊക്കെ അവിടെ എത്തിക്കാണ്ട് വേണ്ടാത്ത പണി ചെയ്യാം. അതൊക്കെ ഫോട്ടത്തിൽ വരൂലേ? അതൊക്കെ ഇവിടെ ഈ സാധനത്തിലാണ്ട് പോകൂലേ മേപ്പെട്ട്? അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും കേരളമാണെങ്കിലും ഇവിടുത്തെ പെൺകൊച്ചങ്ങൾക്ക് അടുക്കളയിൽ തന്നെ സ്ഥാനം. പൊതുവേദിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അപമാനിച്ച് EK സംസ്ഥാന നേതാവ് MD അബ്ദുള്ള മുസ്ലിയാർ അങ്ങനെ കേരള സമൂഹത്തിന് തികച്ചും അപമാനകരമായി തീർന്നു. രാമപുരം പാതിരമണ്ണ ദാറുസലു മദ്രസയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലാണ് തീർത്തും പ്രാകൃതമായ ഈ സംഭവം അരങ്ങേറിയത്. മികച്ച വിദ്യാഭ്യാസ നേട്ടത്തിന് ഉപഹാരം നൽകാനാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കിയെ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചത്. പെൺകുട്ടി എത്തി സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചതോടെ മേപ്പടി മുസ്ലിയാരുടെ ഭാവങ്ങളാകെ മാറി. പിന്നീട് അയാൾ പരിസരം മറന്ന് വിളിച്ചു കൂവിയ ചില കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കേട്ടത്. ഈ സംഭവങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും പ്രചരിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് ഈ വിഷയം ചർച്ചയാക്കാതിരിക്കാൻ കഴിയില്ലെന്നായി. ചർച്ചകളിൽ നിഷാ പ്രഭാകരനും PG സുരേഷ് കുമാറുമൊക്കെ കളം നിറഞ്ഞ് ആടിയപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വാക്കെങ്കിലും ഉരിയാടാൻ ഇടതിൻ്റെയും വലതിൻ്റെയും ഒരു സ്ത്രീപക്ഷവാദികൾക്കും സ്ത്രീകളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നാഴികയ്ക്ക് 40 വട്ടവും കൊടിപിടിച്ച് സമരം ചെയ്യുന്ന ഒരു സംവാദ പുലിക്കുട്ടികളെയും ചാനൽ ചർച്ചയുടെ പ്ലാറ്റ്ഫോമിൽ കണ്ടില്ല. എന്തിനധികം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ WCCയിലെ ചേച്ചിമാരെയും അമ്മച്ചിമാരെയും പോലും എവിടെയും കണ്ടില്ല. മനോരമ ന്യൂസ് കൗണ്ടർ പോയിന്റിൽ അവതാരക നിഷ പുരുഷോത്തമൻ ഈ അപ്രിയ സത്യം തുറന്നു പറയുന്നു. ശ്രീമതി അനിരാജ, ഞാൻ ഒരു കാര്യം താങ്കളെ കുറിച്ച് പ്രത്യേകം ഈ ചർച്ചയിൽ പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരണം തേടി കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, CPM അടക്കം കോൺഗ്രസ് അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നിരവധി നേതാക്കന്മാരെ ബന്ധപ്പെട്ടു ഈ ചർച്ചയിൽ പങ്കെടുക്കാനോ പ്രതികരിക്കാനോ. അവരാരും തയ്യാറായില്ല. ശ്രീമതി ആനിരാജ മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് പരസ്യ നിലപാടെടുക്കാൻ തയ്യാറായത് എന്നുകൂടിയുണ്ട്. അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കൾ പറഞ്ഞ വനിതാ കമ്മീഷൻ അടക്കം അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനോ സർക്കാരിന്റെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ പ്രതിപക്ഷമോ ആരും ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടുന്നേയില്ല. ഒരു കൊച്ചുകുട്ടിക്ക് ഒരു പൊതുവേദിയിൽ ഇങ്ങനെ അപമാനം നേരിടേണ്ടി വന്നത്, അതും പെണ്ണാണെന്നുള്ളതിന്റെ പേരിൽ അപമാനം നേരിടേണ്ടി വന്നതിനെ പറ്റി എന്തുകൊണ്ടായിരിക്കാം ഇവിടുത്തെ പുരോഗമനവാദികൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ അടക്കം മൗനം പാലിക്കുന്നത്? മറ്റൊരു സമുദായത്തിന്റെ വിഷയമായിരുന്നെങ്കിൽ ഇതുവല്ലോ അച്ഛന്മാരോ ബിഷപ്പുമാരോ കന്യാസ്ത്രീകളോ ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ വിപ്ലവ പാർട്ടികളുടെ യുവതുർക്കികളും കാച്ചാടാതാപ അക്ഷരപ്രാസങ്ങളിലുള്ള ഗീർവാണ ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് അന്തിച്ചർച്ചകൾ കൊഴുപ്പിക്കുന്ന കപട കതർധാരികളും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ കൊണ്ട് ആറാടിയേനെ. എന്തുകൊണ്ടാണ് ക്രൈസ്തവ വിഷയങ്ങളിൽ മണിക്കൂറുകൾക്കുള്ളിൽ രൂക്ഷ പ്രതികരണവുമായി എത്തുന്ന കേരളത്തിലെ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ആ വിഷയത്തിൽ പ്രതികരിക്കാൻ ഒരുപാട് താമസിച്ചു പോയത്? അതിനുള്ള മറുപടി രാഹുൽ ഈശ്വർ ഷെഖേന ബിഗ് ഡിബേറ്റിൽ വ്യക്തമാക്കുന്നു. ഞാൻ പാരമ്പര്യവാദിയാണ്, പുരോഗമനവാദി അല്ല. പക്ഷേ ഈ സോക്കോൾഡ് പുരോഗമന പ്രസ്ഥാനങ്ങൾ മറച്ചു പിടിക്കുന്ന കാര്യം മുസ്ലിം വോട്ടുകൾ നഷ്ടമാകുമെന്ന് വിചാരിച്ചാണ്. പ്രത്യേകിച്ച് കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ കേരളത്തിൽ 27% മുസ്ലിം ജനസമൂഹം ഉള്ളത്. സോക്കോൾഡ് ഇടത് യുവജന സംഘടനകളുടെ പേടി ഒരു വർഷം കേരളത്തിൽ ഉണ്ടാകുന്നത് 43% മുസ്ലിം കുട്ടികളാണ്. അതായത് 54% ഹിന്ദു സമൂഹത്തിലും 18 അല്ലെങ്കിൽ 19% ക്രിസ്ത്യൻ സമൂഹത്തിലും ഉണ്ടാകുന്ന കുട്ടികൾ ഏകദേശം 42-16
പക്ഷേ മുസ്ലിം കുട്ടികൾ ഉണ്ടാകുന്നത് ഏകദേശം 43%. അതായത് ഏറ്റവും കൂടുതൽ മുസ്ലിം കുട്ടികളാണ് കേരളത്തിൽ ജനിക്കുന്നത്. ഇത് ഒരു ഫ്യൂച്ചർ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് അവരിലെ അൾട്രാ കൺസർവേറ്റീവുകളെ വിമർശിച്ചാൽ ദൂരവ്യാപകമായ ദോഷം ചെയ്യുമെന്ന ധാരണയിലാണ് ചെയ്യുന്നത്. അതെ, മുസ്ലിം വോട്ട് ബാങ്ക് തന്നെയാണ് വിഷയം. മലപ്പുറത്ത് നടന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. മതത്തിന്റെ ചട്ടക്കൂട്ടിൽ തളയ്ക്കപ്പെടുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളിൽ ഒരുവൾ മാത്രമാണ് ഈ 10ാം ക്ലാസ്സുകാരി. മാതൃഭൂമി സൂപ്പർ പ്രൈം ടൈമിൽ ഡോക്ടർ ഷിംന അസീസ് പറയുന്നതും ഇത് തന്നെയാണ്. ഇത് കാലങ്ങളായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയ അല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ മദ്രസിലാണെങ്കിൽ സമ്മാനം വാങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ മദ്രസിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ പെൺകുട്ടികൾക്ക് പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ സ്റ്റേജിൽ കയറുന്നില്ല. ഒരു മറയുണ്ട്, ആ മറയുടെ ഇപ്പുറത്ത് കല്യാണത്തിനായാലും മരണത്തിനായാലും ഇതൊരു പുതിയ സംഗതിയല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള, ഇത് ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇത്ര മതി എന്നുള്ളത് ഞാൻ എന്റെ സ്വന്തം ചെവി കൊണ്ട് ചെറുപ്പക്കാരാണ് ഏറ്റവും അധികം ചോദിക്കുന്നത്. മുസ്ലിയാർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് പറയൂ എന്ന് സോഷ്യൽ മീഡിയ. എന്റെ പോസ്റ്റുകളിൽ വന്ന് നോക്കൂ, എന്തുമാത്രം ന്യായീകരണങ്ങളാണ് ഞാൻ ഫേസ് ചെയ്യുന്നതെന്നും എന്തുമാത്രം ഇതിന് മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ളതും ഒന്ന് വന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ആക്സെപ്റ്റഡ് ആണ്, ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ, ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടുള്ള ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട എല്ലാവരും സംസാരിക്കുമ്പോൾ അവർ മുൻപ് നബിയുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെ വാതിലുകളുടെ പിറകിലേക്ക് ആളുകളെ പറഞ്ഞയക്കാം, ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പാടില്ലാത്ത പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ, വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ, അതുപോലെ പുരുഷന്മാരോട് സംസാരിക്കുന്ന കാര്യത്തിൽ. ഒരുപക്ഷെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിനെ എതിർക്കുന്ന 1000 പേരുണ്ടാവും. 1000 ഒരു ചെറിയ നമ്പറാണ്. അപ്പോൾ അതിശയോക്തിയല്ല പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നതിന് ഞാൻ ചോദ്യങ്ങൾ നേരിടാറുണ്ട്. മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു ഡോക്ടറുടെ അവസ്ഥയാണ് പറയുന്നത്. സ്ത്രീയെ അടിമയും കേവലം ഉപഭോഗ വസ്തുവുമായി മാത്രം കാണുന്ന കടുത്ത സ്ത്രീ വിരുദ്ധത MD മുസലിയാരെ പോലെയുള്ള മതപണ്ഡിതന്മാരുടെ നൈസർഗിക ഭാവമാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് പോരാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാനാകെ ബേജാറായി പോയി. ഇതാണ് സ്റ്റേജുമ്മല് ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടീനെ സ്റ്റേജുമ്മ കയറ്റിയിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ പിടിക്കുന്നു. പച്ച വ്യഭിചാരം. അവരുടെ പ്രസംഗങ്ങളിലും പ്രമേയങ്ങളിലും സ്ത്രീയെക്കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ അത്യന്തം നീചവും നിന്ദ്യവുമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? സ്ത്രീ പുരുഷന്റെ കൃഷിയിടം മാത്രമാണെന്ന് പഠിപ്പിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതൽ മാന്യത ദയവായി ആരും പ്രതീക്ഷിക്കരുത്. ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉസ്താദിനെതിരെ പറയുന്നുണ്ടെങ്കിലും ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അയാളെ പഠിപ്പിച്ചതും അയാൾ പഠിച്ചതും അയാൾ പഠിപ്പിക്കുന്നതുമായ കാര്യം പരസ്യമായി വേദിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇസ്ലാമിൽ ഇങ്ങനെയാണ്. എന്നാൽ അത് പറയേണ്ടി വരുമ്പോഴും ക്രൈസ്തവർക്കിട്ട് പണി കൊടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ഗഫൂർഖായുടെ നോട്ടം. ഈ പണ്ഡിത മഹാന്മാർക്കൊക്കെ ഇങ്ങനെ സ്ത്രീ വിരുദ്ധത പറയാനുള്ള ഒരു ആയുധമാണോ മതം? അല്ല, സ്ത്രീവിരുദ്ധതയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ മതങ്ങളും സ്ത്രീവിരുദ്ധമാണല്ലോ, നമുക്കറിയാലോ. ക്രൈസ്തവ സമുദായത്തിൽ മാർപ്പാപ്പയോ ബിഷപ്പോ ഒന്നും ഉണ്ടാവാറില്ല. ഞങ്ങളുടെ സമുദായത്തിൽ ഇമാംമാരും ഉണ്ടാവാറില്ല. ഹൈന്ദവ സമുദായത്തിൽ എന്തെങ്കിലും സ്ത്രീവിരുദ്ധത കുറവുണ്ടെങ്കിൽ അത് ഹൈന്ദവ സമുദായത്തിലാണ്. കാരണം അതിൽ ദേവികളും പ്രതിഷ്ഠകളും ഒക്കെ സ്ത്രീകളുടെ ഉണ്ടാവാറുണ്ട്. ഫസൽ ഗഫൂറിന് ചുട്ട മറുപടി നൽകി ഷെഖേന ബിഗ് ഡിബേറ്റിൽ ഫാദർ ജോൺസൺ തേക്കടയിൽ പറയുന്നത് കേൾക്കുക. ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ഉള്ളിൽ തന്റെ വാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റുള്ള മതങ്ങളെ അവഹേളിക്കേണ്ടത് അനിവാര്യമായിട്ട് പലപ്പോഴും അദ്ദേഹത്തിന് തോന്നാറുണ്ട്. അദ്ദേഹം അത് കൃത്യമായി ചെയ്യാറുണ്ട്. നമ്മുടെ ആളുകളൊക്കെ നേരാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ക്രിസ്തീയ മാർഗമെന്ന് പറയുന്നത് ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ, ഒറ്റ വാക്യത്തിൽ തന്നെ ഇതിന്റെ പൂർണ്ണതയെ മനസ്സിലാക്കിക്കുന്നതാണ്. എന്താണത്? യേശു ക്രിസ്തുവിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല എന്നുള്ളത് അടിവരയിട്ട് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ ചില സംഭവങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ അതിന് മറ്റു മറുപടികളും കൂടെ തരാം. ഒന്ന്, 12 വർഷക്കാലം ശാരീരികമായിട്ട് രക്തസ്രവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അന്നത്തെ സമയത്ത് ഒരാൾക്ക് പോലും അങ്ങനെയുള്ള ആളുകളെ അടുപ്പിക്കുവാനോ അവരുമായിട്ട് സംവേദിക്കുവാനോ സമീപിക്കുവാനോ കഴിയാത്ത സമയത്ത് യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ സ്ത്രീ വരികയും യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ പൂർണ്ണമായി സൗഖ്യമാകുകയും ചെയ്തതായിട്ട് കാണും. 12 വയസ്സുള്ള ഒരു ബാലിക മരിച്ചുപോയി.
അന്നത്തെ കാലത്ത് 12 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം 6-ാം നൂറ്റാണ്ടിൽ പോലും 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമി വിവാഹം കഴിച്ചതെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ യേശു ക്രിസ്തു ആ 12 വയസ്സുകാരിയെ വിളിച്ചത് ബാലികയെ എന്നാണ്. ബാലിക കുമി, മോളെ എഴുന്നേറ്റ് വാ, ബാലിക എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് ആ മരിച്ചുപോയ പെൺകുട്ടിയെ ഉയർപ്പിച്ചു. മാത്രമല്ല നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചപ്പോഴും ആ വിധവയുടെ കണ്ണുനീര് കർത്താവ് പൂർണ്ണമായിട്ട് മാറ്റുകയായിരുന്നു, വേദന മാറ്റുകയായിരുന്നു. അന്നത്തെ ഒരു കാര്യം കൂടെ, അന്നത്തെ സമൂഹത്തിൽ സ്ത്രീ എന്ന് പറയുന്നത്, യഹൂദന്മാരുടെ സമൂഹത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് സാധാരണ വിജാതികർക്കോ അല്ലെങ്കിൽ നായ്ക്കൾക്കോ തുല്യമായി, എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് പുരുഷന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന അകൽച്ച ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ലീഹന്മാരോടൊപ്പം സ്ത്രീകളും ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നു. സ്ത്രീകളും ഉണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിന്റെ വളരെ കൃത്യമായ രേഖകൾ കൊടുത്തിട്ടുണ്ട്, പേരുകൾ പോലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് സമൂഹത്തിൽ സ്ത്രീകളെല്ലാം തന്നെ ഹീനരെന്ന് വിചാരിച്ചപ്പോഴും സ്ത്രീക്കുള്ള മേൽക്കോയ്മ അല്ലെങ്കിൽ സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് പുരുഷനോട് തുല്യനായി തന്നെ, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ബൈബിളിൽ ഇല്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. ബൈബിളിൽ സഭയുടെ ശുശ്രൂഷകരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഫേബ എന്ന് പറയുന്ന കെങ്ക്രയ സഭയിലെ ഒരു ശുശ്രൂഷക്കാരത്തിയായിരുന്നു ഫേബ. അപ്പൊ ബൈബിളിൽ സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്റെ മതത്തിന്റെ അപഖ്യാതികളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി ക്രൈസ്തവരെ കൂടെ കൂട്ടുപിടിക്കുന്നതായിട്ടുള്ള ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ള ആളുകളുടെ വാദഗതികൾക്കൊന്നും സമൂഹം ഇനിയും ചെവി കൊടുക്കുകയില്ലെന്നുള്ളതും കൂടെ ഈ സമയത്ത് സന്തോഷപൂർവ്വം അറിയിക്കും. ക്രൈസ്തവരുടെ ഇടയിലെന്ന് മാത്രമല്ല, കേരളത്തിൽ ആരുടെ അടുത്തും പഴയ പരിപ്പൊന്നും ഇനി വേവത്തില്ല ഗഫൂറെ. ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത് ഇറ്റലിയിൽ നിന്നും സിസ്റ്റർ സോണിയ തെരേസ ആണ്. വിധവയുടെ കാണിക്കയും പാവപ്പെട്ട ഒരു അമ്മയുടെ വിശ്വാസവും ഒരു പാപിനിയുടെ സ്നേഹം കലർന്ന തൈലത്തിന്റെ മൂല്യവും ഒരു വിധവയുടെ നിരന്തര പ്രാർത്ഥനയും തന്നെ മുലയൂട്ടി വളർത്തിയ സ്ത്രീയുടെ മഹത്വവും തന്റെ ചുറ്റുമുള്ളവരോടും ഈ ലോകത്തോടും അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ സ്ത്രീക്ക് വേണ്ടി നിലനിൽക്കുകയും അവളെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ കൊണ്ടു നിർത്തുകയുമാണ് ചെയ്തത്. ഇതാണ് ക്രിസ്തു, ഇതാണ് ക്രിസ്തു ചെയ്തത്. അതാണ് എന്നും ക്രൈസ്തവ സമൂഹവും ചെയ്തിട്ടുള്ളത്. മുന്നണികളുടെ എല്ലാം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ആവേശകരമായ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിലും 2020യും ആം ആദ്മിയും ഒന്നിക്കുന്നതിലൂടെ തൃക്കാക്കരയിൽ ഒരു വിസ്ഫോടനത്തിന് കാത്തിരുന്ന പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് അവർക്ക് സ്ഥാനാർത്ഥിയില്ലെന്നറിഞ്ഞപ്പോൾ തെല്ല് നിരാശ തോന്നി. പക്ഷേ കാശെറിഞ്ഞും കിറ്റുകൊടുത്തും കാലുപിടിച്ചും കാലുവാരിയും വർഗീയ പ്രീണനം നടത്തിയും കുതിരക്കച്ചവടത്തിന്റെ ഉടായ്പകളെല്ലാം പയറ്റി എങ്ങനെയും അധികാരത്തിൽ കയറിപ്പറ്റുന്ന ഇടത് വലത് മുന്നണികളുടെ ആക്രാന്ത രാഷ്ട്രീയത്തിന്റെ വൃത്തികേടുകൾക്ക് ഒപ്പം നിൽക്കാതെ കേരളത്തിൽ പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കിയിട്ട് മതി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ കേജ്രിവാളിന്റെ നിലപാട് എത്രയോ നിലവാരമുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ സ്ഥാനാർത്ഥികളുടെ പല പല വേലത്തരങ്ങളും മലയാളി എത്രയോ തവണ കണ്ടു കഴിഞ്ഞു. മൂക്കളെ ഒലിപ്പിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കുന്നത് മുതൽ ഒരിക്കലും നടപ്പാക്കില്ലെന്ന് ഉറപ്പുള്ള വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിയുന്നതുവരെ സ്ഥിരം കാഴ്ചകൾ തന്നെ. ഇക്കുറിയും ഇതുപോലെയുള്ള ചില വേലകൾ UDF സ്ഥാനാർത്ഥി ഉമാ തോമസും കോൺഗ്രസിലെ സകല വില്ലന്മാരും ചേർന്ന് അവതരിപ്പിക്കുകയുണ്ടായി. അവരെല്ലാവരും കൂടി ഇടപ്പള്ളി പള്ളിയിലെ കോഴിനേർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു കെട്ടുകാഴ്ചയിലേക്ക്. പലപ്പോഴും ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ 4 വോട്ടിനു വേണ്ടി ഇത്തരം പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ ജനം എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയല്ലോ. കഷ്ടം.
ഒരിക്കൽ പോലും പള്ളിയിൽ കയറിയിട്ടുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഉമാ തോമസ് നേരം വെളുക്കുമ്പോൾ ഇന്ന് ഏത് പള്ളിയിൽ കുർബാനയ്ക്ക് പോകണമെന്നുള്ള ചിന്തയിലായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാലും ഈ ആചാരങ്ങൾ തുടരുമോ ആവോ? കോഴിക്കോട് നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകൾ ആരുടെ നെഞ്ച് ലക്ഷ്യമാക്കിയിട്ടുള്ളത്? കോഴിക്കോടിനടുത്ത് തൊണ്ടയാട് എന്ന സ്ഥലത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ആ വെടിയുണ്ടകൾ കണ്ടെത്തിയത്. സംഭവം കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ സാരമായി ബാധിക്കുന്ന കാര്യമാണെന്ന് ബോധ്യപ്പെട്ടു തന്നെ അതേക്കുറിച്ച് ഉന്നതതല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. 266 വെടിയുണ്ടകളാണ് തൊണ്ടയാടിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കണ്ടെടുത്തത്. മുമ്പില്ലാത്ത വിധം തീവ്രവാദികൾ സ്വൈരവിഹാരം നടത്തുന്ന ഈ കേരളത്തിൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന അവസ്ഥ എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളത്തിൽ മുമ്പും ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പരിശീലന ക്യാമ്പുകൾ നടന്നിരുന്നുവെന്ന് വ്യക്തമായിട്ടുള്ള പശ്ചാത്തലത്തിൽ അന്വേഷണം അത്യന്തം ഗൗരവമായി തന്നെ നടത്തണം. പണ്ട് വെറുതെ കടലയും കുറിച്ച് വാഗമണ്ണിൽ വന്നവർ അവിടെ തീവ്രവാദ പരിശീലനത്തിന്റെ സിമി ക്യാമ്പ് നടത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളാണ് വലിയ തീവ്രവാദ പരിശീലനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. മഞ്ഞു വീണ മലമടക്കുകളിൽ കുളിരി നുകരാൻ വന്നവർ വെറും സഞ്ചാരികളായിരുന്നില്ല. നമ്മുടെ രാജ്യത്തെ മുച്ചൂടും മുടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ 30-ലധികം ഇസ്ലാമിക ഭീകരന്മാരായിരുന്നുവെന്നും അവരിൽ 18ഓളം പേര് അസൽ തീവ്രവാദികളായിരുന്നുവെന്നും പിന്നീട് തെളിഞ്ഞു. ജാഗ്രത ഉണ്ടാകണം ഓരോ മലയാളിക്കും, ഓരോ ഇന്ത്യക്കാരനും. കാരണം നമ്മുടെ രാജ്യത്തെ മുച്ചൂടും തകർക്കാൻ ചിലര് തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങി മാഷ് എടുക്കാച്ചെറുക്കിന്റെ അവസ്ഥയിലെത്തി. ഒടുവിൽ സഹികെട്ട് കോൺഗ്രസ് KV തോമസിനെ പുറത്താക്കി. ഒരു വിശ്രമ ജീവിതത്തിന് കാലമായെങ്കിലും അതൊന്നും സമ്മതിച്ചു തരാതെ അധികാരത്തിന്റെ അടങ്ങാത്ത ആർത്തിയുമായിട്ടായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ജീവിച്ചത്. കൃത്യമായി പറഞ്ഞാൽ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് മുതൽ KV തോമസ് കളന്നിറഞ്ഞു നിൽക്കുകയായിരുന്നു. PT തോമസിന് ശേഷം തൃക്കാക്കരയിൽ ആരെന്ന ചോദ്യത്തിന് കോൺഗ്രസിന് പണ്ടേ ഉത്തരമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു തോമസ് മാഷ് ഈ കണ്ട കളിയെല്ലാം കളിച്ചത്. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാമെന്ന അവസ്ഥയിലാണ് തോമസ് മാഷ്. ഒരു പുരുഷായുസ് മുഴുവൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് നേടിയെടുക്കാവുന്നത് മുഴുവൻ സ്വന്തമാക്കിയിട്ടും ഇനിയും പോരെന്ന് നിലവിളിക്കുന്ന KV തോമസിനെ പോലെയുള്ള നേതാക്കന്മാര് കോൺഗ്രസിനെന്നല്ല ഈ പാർട്ടിക്കും ഈ നാടിനും ഒരു ബാധ്യത തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ കൊണ്ടു നടക്കുന്ന പലരും അടുത്ത 3-ാം തീയതി ആകുമ്പോൾ എടുക്കാച്ചരക്കുകളാണെന്ന് മനസ്സിലാവും. അദ്ദേഹം ഇപ്പൊ ഈ പാർട്ടിയിലല്ലല്ലോ. അദ്ദേഹം ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയുകയും അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ വാദമുകൾ ഉന്നയിക്കുകയും ചെയ്യല്ലേ. അത് തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും ബാധിക്കും. തോമസിനെ പോലെ ഇത്ര ഏറെ ആനുകൂല്യം കോൺഗ്രസിൽ കിട്ടിയിട്ടുള്ള ഒരാളും കേരളത്തിലില്ല. എന്തിനാ എന്നെ ഒറ്റപ്പെടുത്തുന്നത്? പരിപാടി പ്ലാൻ ചെയ്യുന്നത് വൈകുന്നേരം എങ്ങനെയാണ് ഇതിന്റെ പ്രചരണം? എന്റെ സാധാരണ പ്രചരണം ഞാൻ പരിശീലിക്കുന്ന കാലഘട്ടത്തിൽ ആളുകളെ കാണുക, സംസാരിക്കുക, അങ്ങനെ ഒരു പ്രചരണ രീതി എനിക്കുള്ളത്. അത് പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് പോലും അസംബ്ലിയിൽ അതിനേക്കാൾ കൂടുതൽ വീട് കയറാറുണ്ട്. ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യത്തുമില്ല, എന്നാൽ അവിഹിതം തുടരുകയും ചെയ്യും എന്ന നിലപാടിലായിരുന്നു സമീപകാലത്ത് KV തോമസിന്റെ രാഷ്ട്രീയം. UDF-ൽ നിന്നുകൊണ്ട് LDF-നെ സപ്പോർട്ട് ചെയ്യുമത്രേ. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് PT തോമസിനെ വാഴ്ത്തിയിരുന്ന കോൺഗ്രസുകാർക്ക് ഒരു കാര്യം പിടികിട്ടിയിട്ടുണ്ട്. യഥാർത്ഥ രാഷ്ട്രീയ നിലപാടെടുത്തത് KV തോമസ് ആണ്. കോൺഗ്രസിൽ നിന്നാൽ കേരളത്തിലും കേന്ദ്രത്തിലും സമീപകാലത്തൊന്നും അധികാരത്തിന്റെ 7 അയലത്ത് പോലും വരാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ KV തോമസ് കളം മാറ്റി ചവിട്ടിയെന്നേ ഉള്ളൂ. മാഷിന്റെ വഴിയെ കോൺഗ്രസിൽ നിന്ന്
ഇനി എത്ര പേർ എന്നേ നമുക്കറിയേണ്ടതുള്ളൂ. റിപ്പോർട്ടിങ്ങിനിടെ അൽ ജസീറ ലേഖിക വെടിയേറ്റു മരിച്ചു. മാധ്യമ പ്രവർത്തകർക്കെല്ലാം അത്യന്തം വേദനാജനകവും ആശങ്ക ഉളവാക്കുന്നതുമായ സംഭവം. വെസ്റ്റ് ബാങ്കിലെ ജനീൻ നഗരത്തിൽ ഇസ്രായേൽ സൈനിക നടപടി റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് അൽ ജസീറ ചാനൽ ലേഖിക വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. ചാനലിലെ മുതിർന്ന ലേഖികയായ ഷിറിൻ അബു അഖ്ലയാണ് തലയ്ക്ക് വെടിയേറ്റ് മരിച്ചത്. ഇനിയാണ് ഈ ദുരന്തത്തിലെ ട്വിസ്റ്റ്. ഇസ്രായേൽ സൈന്യം മാധ്യമ പ്രവർത്തകയെ വെടിവെച്ചെന്ന് പാലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയവും പാലസ്തീൻ തീവ്രവാദികൾ കൊന്നതാകാമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സത്യം ഒരു പ്രഹേളികയായി തുടരുന്നുവെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്: യാതൊരു തത്വദേശങ്ങളുമില്ലാത്ത അക്രമങ്ങളും ഹീനമായ കൊലപാതകങ്ങളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് പലസ്തീന്റെ ഭാഗത്ത് നിന്നാണ്. ഇതും അതിന് വിപരീതമാകാൻ യാതൊരു സാധ്യതയുമില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പലസ്തീൻ തീവ്രവാദികൾ റമസാനും ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യദിനവും പ്രമാണിച്ച് ഇസ്രായേലിൽ ലോൺ വോൾഫ് ആക്രമണങ്ങൾ തുടരുകയാണ്. പല സംഭവങ്ങളിലായി 18ഓളം ഇസ്രായേൽക്കാർ കൊല്ലപ്പെട്ടു. അത്തരമൊരു സംഭവം മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: ടെല്ലവീവിൽ കത്തിക്കുത്തിനിടെ 3 ഇസ്രായേൽ പൗരന്മാര് കൊല്ലപ്പെട്ടു അത്ര. കത്തിക്കുത്തിനിടയിൽ ഇസ്രായേൽ പൗരന്മാര് കൊല്ലപ്പെട്ടു. പറച്ചിൽ കേട്ടാ തോന്നും ജൂതന്മാർ തമ്മിൽ ചന്തയിൽ വെച്ച് അടിയുണ്ടായപ്പോൾ കത്തിക്കുത്ത് നടത്തി മരിച്ചതാണെന്ന്. പലസ്തീൻ ഭീകരൻ നടത്തിയ തീവ്രവാദി ആക്രമണമായിരുന്നു. പള്ളിയിൽ പോയ സാധാരണ മനുഷ്യരെ പെട്ടെന്ന് വന്ന് കത്തികൊണ്ട് കുത്തി 10ലധികം പേർക്ക് പരിക്കേറ്റു. 3 പേര് മരിച്ചു. ഇതാണ് പലസ്തീൻ വിഷയത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ പൊതുവായ റിപ്പോർട്ടിംഗ് രീതി. ഇനി സ്ത്രീകളെ അഫ്ഗാനിസ്ഥാനിൽ പൊതു ഇടങ്ങളിൽ നോക്കിയാൽ കാണുകയില്ല. സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങ് മൂടി. ശരീരവും മുഖവും മുഴുവനായി മൂടിയില്ലെങ്കിൽ കടുത്ത ശിക്ഷാ നടപടികളാണ് താലിബാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ MD മുസ്ലിയാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും കേരളത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ പോകുന്നത് അത്തരമൊരു ഇരുണ്ട ലോകത്തിലേക്കാണോ? ന്യൂസ് സ്കാൻ ഈ ആഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.